ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാത്തൂന് ആങ്ങളേൻ്റെ അടുത്തേക്ക് പോയ വീഡിയോ ആണ്. പോയിട്ടൊക്കെ ഒരാഴ്ച ആയിട്ടോ, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പോയത്. വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു. ഓരോരോ പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. അപ്പോൾ അങ്ങനെ താമസിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പോയത്. അപ്പോൾ പോയ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാ പോകാനുള്ള സാധനങ്ങളൊക്കെ ഇതാ വ്യാഴാഴ്ചയായിരുന്നു ഇവിടുന്ന് പോകുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ പോയി. അപ്പോൾ ഇതാ ബുധനാഴ്ച രാത്രിയിൽ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാത്രിയിൽ എന്നല്ല കേട്ടോ, പകൽ തന്നെ ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. രാത്രി 10 മണിയായപ്പോഴത്തേനും പെട്ടിയൊക്കെ കെട്ടി വെച്ചു. അപ്പോൾ അതാ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണിതൊക്കെ. അപ്പോൾ 20 കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്ലൈറ്റ് മാറ്റിയിട്ട് 30 കിലോ കൊണ്ടുപോകാൻ പറ്റുന്ന വേറൊരു ഫ്ലൈറ്റിന് ഫ്ലൈനാസിന് ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമുക്ക് അവനാൻ്റെ ആൾക്കാരാകുമ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ ഓൾക്ക് അവിടെ താമസിക്കാൻ പോണതുകൊണ്ടും പിന്നെ അല്ലാതെയും കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടായിരുന്നു. അപ്പോൾ അതാ ബീഫ് ഉണ്ടാക്കിയിരുന്നു, ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ കാക്കൂരും കുറച്ച് ബീഫൊക്കെ കൊടുത്തയച്ചു. അപ്പം നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ കൊടുത്തയക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അത് കൊടുത്തയച്ചിട്ട് അവരത് അവരുടെ കൂട്ടുകാരന്മാരും കൂടിയിട്ട് കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷം ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളെ സ്വന്തം ആൾക്കാർ പോകുമ്പോഴല്ലേ നമുക്ക് കൊടുത്തേക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ ഇപ്പോൾ പോകുമ്പോൾ ആരുടെ അടുത്ത് നമുക്ക് ഇപ്പോൾ ഒന്നും കൊടുത്തേക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ലഗേജ് കുറച്ച് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 20 കിലോനും കയ്യിലൊരു 7 കിലോനും. അപ്പോൾ അത് അവരുടെ സാധനങ്ങൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റ് മാറ്റിയെടുത്ത് 30 കിലോനാക്കിയത് കേട്ടോ. 30 കിലോൻ്റെ ടിക്കറ്റ് എടുക്കുക തന്നെ ചെയ്തത്. എന്നാൽ പിന്നെ കുറച്ചുകൂടി ഒരു 10 കിലോ കൂടെ അധികം കൊണ്ടാകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഉണ്ണിയപ്പം ബീഫൊക്കെ ഞാൻ കാക്കൂനും കൊടുത്തയച്ചിരുന്നു. ആങ്ങളക്കും ഉണ്ടായിരുന്നു, കാക്കൂൻ രണ്ടാൾക്കുണ്ടായിരുന്നു. അപ്പോൾ കാക്കൂനും ഇങ്ങോട്ട് വാങ്ങിക്കാൻ വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ടോ. വ്യാഴാഴ്ച തന്നെ എല്ലാ സാധനവും അവിടെ ഓരോരുത്തർ എത്തിച്ച് കൊടുത്തുക്കുന്നു. പിന്നെ ബേക്കറിയൊന്നും ഒരു വേണ്ടാന്ന് പറഞ്ഞിരുന്നു, കാക്കൂന് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആങ്ങളക്കുള്ള ബേക്കറിയൊക്കെ മേടിച്ചത്. അപ്പോൾ ആങ്ങൾക്ക് മേടിക്കാനൊന്നുമല്ല, ഒരു ജോലി ചെയ്യണ ഹോസ്പിറ്റലിൽ അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പെട്ടിയൊക്കെ ഞങ്ങൾ കെട്ടി റെഡിയാക്കി കേട്ടോ. അപ്പോൾ ആര് പോവുകയാണെങ്കിൽ ഈ പെട്ടി കെട്ടേണ്ട പണിയൊക്കെ എനിക്കുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ രാത്രിയിൽ എൻ്റെ പെട്ടിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചു. അപ്പോൾ രാവിലെ 3 മണിക്ക് 3 മണിക്കെങ്കിലും ഇവിടുന്ന് പോകണം. എന്നാലേ ഒരു 5 മണിക്കാണ്, 5 മണിക്കുള്ളിൽ കയറണം. 2 മണിക്കൂർ മുന്നേ അകത്ത് കയറണം എന്ന് പറഞ്ഞു. 7 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ 3 മണിക്ക് തന്നെ പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ ആ ഒരു പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എത്തി. ഞങ്ങൾ 4:15 ഞങ്ങൾ അവിടെ എത്തും ചെയ്തു കേട്ടോ. പക്ഷേ 5 മണിക്കുള്ളിൽ കയറിയാൽ മതിയെന്ന്. പക്ഷേ 4:30 ഉള്ളിൽ കയറുകയും ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് മക്കാമ്പിൽ എപ്പോഴും പൈസയൊക്കെ ഇട്ടിട്ടേ പോകുള്ളൂ കേട്ടോ. അത് പോകുമ്പോഴും വരുമ്പോഴും എപ്പോഴായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പൈസ ഇട്ടിട്ടേ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിരുന്നു. പക്ഷേ അതിപ്പം ഇതിൽ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ആ വീഡിയോ കാണാനില്ല കേട്ടോ. അതെങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളിതാ അവിടെ നിന്നൊക്കെ വിട്ട് പിന്നെ ഞാൻ അവിടെ ഒന്നും എടുത്തില്ല. പിന്നെ അങ്ങോട്ട് എത്തണ ആ ടൈമിലാണ് കേട്ടോ വീഡിയോ എടുത്തത്. ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ എനിക്ക് എന്തൊക്കെയോ അസുഖങ്ങളെ ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ എനിക്ക് പോകാനേ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ പോകാതിരിക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളായിട്ട് തന്നെ അങ്ങനെയൊക്കെ കുറേ ദിവസം അങ്ങനെയായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാനും താമസിച്ചത്. അപ്പോൾ ആ ഒരു സമയത്തായതുകൊണ്ട് പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് അങ്ങനെ ക്ലിയറായിട്ട് വീഡിയോ കിട്ടുമൊന്നുമില്ലല്ലോ, പുലർച്ചെ സമയമല്ലേ. അപ്പോൾ അങ്ങനെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അധികം ഒന്നും എടുത്തില്ല. പിന്നെ ഇപ്പോൾ അവിടെ എത്തുമ്പോഴുള്ള ആ വീഡിയോ ആണ് പിന്നെ എടുത്തിട്ടുള്ളത്. എത്ര വട്ടം പോയാലും ഓൾക്ക് പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാകും. എത്ര പ്രാവശ്യം പോയാലും അതിൻ്റെ ഉള്ളിൽ കയറുമ്പം നെഞ്ഞത്തുനിന്നൊരു മിടിപ്പൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓൾക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 5-ാമത്തെ 6-ാമത്തെ പ്രാവശ്യമൊക്കെയാണ് ഓൾ പോകുന്നത്. പക്ഷെ എന്നാലും ഓൾക്കൊരു ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ വെള്ളിയാഴ്ച എനിക്ക് ലീവായിരുന്നു. അതുകൊണ്ട് പിന്നെ വ്യാഴാഴ്ച എടുത്തുന്നത്. പിന്നെ വ്യാഴാഴ്ച എത്തിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ച കൊണ്ടൂട്ടിൻ്റെ ടൈമിൽ തന്നെ കൊണ്ടുവരാനൊക്കെ വന്നത്. ഇവിടെ നിന്ന് 7:30 മണിക്ക് കയറി അവിടെ ഒരു 12:30 ആയപ്പോഴത്തേനും അവിടെ ഇറങ്ങുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഈ പുലർച്ചെ ആയതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ യാത്രയിൽ നമ്മൾ ഈ പുലർച്ചെ കൊണ്ടാക്കി അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ എത്തും ചെയ്യും. അല്ലാതെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ പിന്നെ രാത്രിയിലൊക്കെ കാര്യം അവിടെ എത്തുന്നത്. അങ്ങനെ ഓളിതാ ഉള്ളിലേക്ക് പോയിട്ടോ. അവൾ പോയതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ അവിടെ ഇരുന്നു കേട്ടോ. അവൾക്ക് ബോർഡിംഗ് പാസ് കിട്ടുന്ന ആ ടൈം വരെ ഞങ്ങൾ അവിടെ ഇരുന്നു. ബോർഡിംഗ് പാസ് കിട്ടിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ അവിടെ ഇരിക്കുകയാണ്. അവരെ ഫ്ലൈറ്റ് കയറുന്ന ആ ഒരു ടൈം വരെ നമ്മൾ വെറുതെ ഇരിക്കണം. നമുക്ക് കുറെ കാണാനൊന്നും പറ്റില്ലല്ലോ. ഒരു ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഇരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ ഈ ബോർഡിംഗ് പാസ് കിട്ടണ അത്രയും ഒരു സമയത്ത് ഇരിക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോരും ചെയ്യാമല്ലോ.
അപ്പോൾ അത് കിട്ടിയത് പറഞ്ഞോടുകൂടി ഞങ്ങൾ പോരും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് എത്തുകയാണെങ്കിൽ മുത്തുമോനെ ട്യൂഷന് പറഞ്ഞേക്കണം, റിച്ചുവിന് മദ്രസയിൽ പറഞ്ഞേക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാട്ടോ പോന്നിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ല, വണ്ടി അവളെ കൊണ്ടുവരാൻ പോയ ആ ടൈമിൽ ആ ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കണോട്ട് പോയ വണ്ടി ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ വണ്ടി പ്രാവശ്യം പുറത്തുകൊണ്ട് ഇടുക കേട്ടോ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞതാണ് ഞങ്ങളിങ്ങനെ വന്ന് നിസ്കരിക്കുക, സുബൈ പാകം കൊടുത്തു. അപ്പോൾ പിന്നെ നിസ്കാരം കഴിഞ്ഞ് പോരാ, വീട്ടിലെത്തുമ്പോൾ തന്നെ എന്തായാലും സുബൈ കിട്ടൂല. അപ്പോൾ പിന്നെ നിസ്കരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം അവിടെ കണ്ടപ്പോൾ അവിടെ കയറി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നിസ്കരിച്ചു. ഞാനൊന്ന് ഞങ്ങൾ നിസ്കരിക്കേണ്ട അവിടെ നിന്ന് നിസ്കരിച്ചു. അവർ പള്ളിക്കലും പോയിട്ടോ. പക്ഷേ എത്ര പെട്ടെന്ന് എത്താമെന്ന് വിചാരിച്ചാൽ അവർ പള്ളിക്കൽ പോയി നോക്കുമ്പോഴേ ആ പള്ളിക്കൽ ജമാഅത്തിന് ഒരുപാട് ജനങ്ങളുണ്ട്, പക്ഷേ നല്ല താമസമായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടുന്ന് എങ്ങനെയായാലും കുറേ സമയം വൈകി കേട്ടോ. ഇവർ വരുന്ന കാണാനായിട്ട് ഞാൻ ഇവരെ വിളിച്ച് ഫോണൊക്കെ അടിച്ചിട്ടൊന്നും ഇവരെടുക്കില്ല. അപ്പോൾ എന്താ ജമാഅത്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഫോൺ എടുക്കാനും പറ്റില്ല. അങ്ങനെയായിട്ട് അവിടുന്ന് കുറേ സമയം ഞങ്ങൾക്ക് അവിടെ തന്നെ സമയം ഞങ്ങൾക്ക് ഒരുപാട് വൈകി. പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്നതിന് ശേഷം പിന്നെ ഞങ്ങളങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലൊന്നും തുറന്നിട്ട് തന്നെ അല്ല കേട്ടോ. പിന്നെ ഇവർക്ക് വന്നപാടെ പോകട്ടല്ലേ എന്ന് വിചാരിച്ചു, വീട്ടിലൊന്നും ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് സാധാ കടി തന്നെ, വെള്ളപ്പം അതുപോലെ കടലക്കറിയും ചായയും അങ്ങനെ ഉണ്ടായി, പിന്നെ എണ്ണക്കടിയും. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വലിയ സുഖമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും കഴിച്ചൊന്നുമില്ല. ഞാനൊരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവരൊക്കെ പിന്നെ വെള്ളപ്പം ഇതൊക്കെ തിന്ന്. പിന്നെ മുത്തുമോന് പിന്നെ അവനക്ക് അവിടെ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു തട്ടുകട ഉണ്ടായിന്, അവിടെ പോയിട്ട് ഓൻ പൊറോട്ട കഴിച്ചു കേട്ടോ. എനിക്ക് ഇവിടെ ചോദിച്ചപ്പോൾ പൊറോട്ട അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓനിക്കത് വേണ്ടാന്ന് പറഞ്ഞു. ഓൻ അപ്പുറത്ത് പോയിട്ട് പൊറോട്ട കഴിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ അതാ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. മുത്തുമോനെ ഞങ്ങൾ ട്യൂഷനും പറഞ്ഞയച്ചു, റിച്ചുവിനെ മദ്രസയിലും പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.